എന്തിനാ അമ്മച്ചി ഭയമുള്ള അമ്മച്ചിക്ക്? നമ്മളൊരു കാര്യം ചെയ്തു, ആരും അതിനെക്കുറിച്ച് നല്ലത് പറയുന്നില്ലെന്ന് വിചാരിച്ചേ, നമുക്ക് മെല്ലെ ഭയം തുടങ്ങും. ചേട്ടാ ഇതെന്നാ പറ്റി, ഞാൻ ചെയ്തത് ശരിയായില്ലേ, ആരും കണ്ടില്ലേ? ചില അമ്മമാരുടെ ഒക്കെ സംഘടന അറിയാമോ, ഞാൻ ഈ കടന്ന് മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകിയിട്ടും എന്താ എൻ്റെ കെട്ടിയോൻ, എൻ്റെ പിള്ളേര് ഒരു നല്ല വാക്ക് എന്നോട് പറയാത്തത്. മക്കളൊക്കെ ചിറക് വിരിച്ച് പറന്നകലുന്ന ഒരു കാലത്ത് ഇനി വാശി പിടിക്കരുത്. എന്നെ പരിചരിക്കാൻ എൻ്റെ ചുറ്റും എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളിയും കൂടപ്പുറപ്പുകളും ഒക്കെ കാണണമെന്ന് ഇല്ല. ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടെന്നും ദൈവം തണലൊരുക്കുമെന്നൊരു തെളിവാണ്. കാൽവരിയിൽ മിഴി പൂട്ടുന്നതിന് മുമ്പേ പുത്രൻ കണ്ടു, എൻ്റെ അമ്മ ഒറ്റയ്ക്കാകുന്നു. എത്ര കാലം നമുക്ക് എല്ലാവരെയും പിടിച്ചു വെക്കാൻ പറ്റും? പറന്നകലട്ടെ. ഒറ്റയായാലും ഒറ്റപ്പെട്ടു പോകാതെ ദൈവം തുണയുണ്ടെന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ആർജവത്വം മറിയത്തിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കഴിയണം. പെട്ടെന്നൊരു കടബാധ്യത കയറി വരുന്നു വീട്ടിലോട്ട്. പെട്ടെന്ന് വളർത്തിയ കുഞ്ഞുങ്ങൾ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്നു. ജീവിത പങ്കാളി പെട്ടെന്ന് ഒറ്റപ്പെടുത്തുന്നു. ഒരു വാക്കുകൊണ്ട് നമ്മളെ മുറിവേൽപ്പിക്കുന്നു. ഉലഞ്ഞു പോകാതെ എല്ലാം തകിടം മറിയുമ്പോഴും താളം തെറ്റുമ്പോഴും അപ്പോഴും കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ, തിരുഹിതം നിറവേറപ്പെടട്ടെ എന്ന് പറയാൻ തക്കവിധം വിശ്വാസത്തിന്റെ ആർജവത്വവും തന്റെ ഇടവും മറിയത്തിൽ നിന്ന് പഠിക്കണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യ ശക്തി ഏറെ അനുഭവിച്ചിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യ ശക്തിയെക്കുറിച്ച് ഇനി നിങ്ങൾക്കാർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടാൻ പറ്റുമെന്നുള്ളത് നന്നായി അനുഭവിച്ചിട്ടുള്ള കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരുങ്ങി ഇത്ര കാര്യമായിട്ട് ഈ തിരുനാളൊക്കെ ആഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം ഒരു വശത്ത്, ഇപ്പുറത്ത് മറ്റൊരു വാക്കുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ മാത്രമല്ല, എല്ലാ വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ അവരെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, അവരുടെ മാധ്യസ്ഥ്യ ശക്തി. ഉദാഹരണത്തിന് യൂദാസ്ലീഹായുടെ മാധ്യശക്തി എന്തിനെക്കുറിച്ചാണ്? യൂദാസ്ലീഹ എന്തുമായിട്ട് ബന്ധപ്പെട്ട മാധ്യസ്ഥ്യ ശക്തി നമ്മൾ പ്രത്യേകം പറയാറുള്ളത്? അസാധ്യ കാര്യങ്ങളുടെ മാധ്യസ്ഥ്യ ശക്തിയാണ് അതിനകത്ത്. ഇനി അന്തോണീസ് പുണ്യാളൻ എന്തിൻ്റെയാണ്? കാണാതെ പോയ മാധ്യശക്തിയാണത്. അപ്പോൾ അത് നമ്മൾ ഭയങ്കര കാര്യമായിട്ട് ആഘോഷിക്കും. ഇന്നത്തെ നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ, ആത്മീയതയിൽ ഈ മാധ്യസ്ഥ്യ ശക്തിയെ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പുറത്ത് മറ്റൊരു വാക്കുണ്ട്, നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു വാക്ക്. ആര് പറയുമെന്ന് നോക്കട്ടെ ആ വാക്ക്. വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരെ ഓർക്കുമ്പോൾ ഒന്ന് അവരുടെ മാധ്യസ്ഥ്യത്തെ ധ്യാനിക്കണം, ഇപ്പുറത്ത് മറ്റൊന്നിനെ ധ്യാനിക്കണം. ആർക്ക് പറയാം? അവരുടെ മാധ്യസ്ഥ്യം മാത്രം ധ്യാനിച്ചിട്ട് പോയാൽ നമ്മൾ കേവലം യൂട്ടിലിറ്റേറിയൻ സ്പിരിച്വാലിറ്റിയാണ്. നമ്മുടെ കിട്ടപ്പോരിനെ മാത്രം ആഘോഷിക്കുന്നവരായിട്ട് മാറിപ്പോകും. മറ്റൊന്നുണ്ട്, സ്വർഗത്തിൽ പോകാൻ നമുക്ക് മാധ്യസ്ഥ്യത്തെക്കാൾ അവരിൽ നിന്ന് കിട്ടേണ്ട മറ്റൊന്നുണ്ട്. എന്താ അത്? ഏത് വാക്കാ? പറ. ഉണ്ട്, അമ്മച്ചി പറയുന്നുണ്ട്. കറക്റ്റ് അമ്മ, എഴുന്നേറ്റ് എന്ന് പറഞ്ഞേ നോക്കട്ടെ, 4 പേര് കാണട്ടെ അമ്മേ. പറ. അവരുടെ ജീവിത വിശുദ്ധി നമുക്ക് എന്താകണം? അവരെ പോലെ ആയിത്തീരണം. അതിന് പറയുന്ന പേരെന്താ? ഒരു വാക്കുണ്ട്, മാധ്യസ്ഥ്യവും. അടുത്ത വാക്ക്, ആ വാക്ക് ഇവിടുന്ന് അമ്മയെ കറക്റ്റ് കേട്ടോ, അമ്മയ്ക്കൊരു കൈയടി കൊടുക്കുക. അമ്മ ആ പ്രായത്തിൽ 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നല്ല കാര്യം. വേറൊരു വാക്ക്, മാധ്യസ്ഥ്യവും. കറക്റ്റ്. ആരാത്? മാതൃക. ഈ വിശുദ്ധരൊക്കെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. നിർഭാഗ്യവശാൽ നമുക്ക് ഈ മാതൃക ഡയമെൻഷൻ വേണ്ട. മാതൃക മെനക്കേടാ. കാരണം അത് കണ്ട് നമ്മൾ പഠിക്കേണ്ടി വരും. മാധ്യസ്ഥ്യമാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ മാതൃകയെ ധ്യാനിക്കാൻ പറ്റണം. പരിശുദ്ധ അമ്മ നമുക്ക് എങ്ങനെ മാതൃകയാകുന്നു? ഇഷ്ടംപോലെ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓരോ കാലത്തും പറയപ്പെട്ടിട്ടുണ്ട്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങളോട് നമ്മളെ ഇന്ന് നയിക്കുന്ന ഒരു നെഗറ്റീവ് ഫീലിനെ തോപ്പിക്കാൻ പരിശുദ്ധ അമ്മ എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. ബൈബിളിൽ ഏറ്റവും അധികം ദൈവം ആവർത്തിച്ച് പറഞ്ഞ വാക്ക് എന്നറിയാമോ? ഏകദേശം 300 മുകളിൽ പ്രാവശ്യം ഈ വാക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ദൈവം തമ്പുരാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പഴയ നിയമത്തിൽ യഹോവ പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിൽ പുത്രൻ തമ്പുരാനും ആ വാക്ക് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്യാൻ എനി വൺ ഗസ് ഏതാണ് ബൈബിളിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട വാക്ക്? കണ്ടോ, അറിയാം, നിങ്ങൾ വിവരമുള്ള മനുഷ്യരാ കേട്ടോ, നല്ല കാര്യം. ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട വാക്ക് ഭയപ്പെടേണ്ട. ഹീബ്രുവിൽ അതിന് പറയുന്നത് അൽ തിറ എന്നാണ്. അൽ തിറ, ഭയപ്പെടേണ്ട. ഡോണ്ട് ഫിയർ, ഭയപ്പെടേണ്ട. കാരണം ദൈവത്തിനറിയാം എന്നും മനുഷ്യനെ പുറകോട്ട് വലിച്ചിടുന്ന ഏറ്റവും അപകടം പിടിച്ച സാധനം ഭയമാണ്. അതുകൊണ്ട് കർത്താവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, എന്ത്? ഭയപ്പെടേണ്ട എൻ്റെ മക്കളെ, നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഈ മറിയം, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളെ നയിക്കുന്ന 3 ഭയങ്ങളെ തോപ്പിക്കാൻ മറിയം നമ്മെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന്.
മറിയം എങ്ങനെ നമുക്ക് മാതൃകയാകുന്നു? നിങ്ങളുടെ പ്രധാനപ്പെട്ട ഭയങ്ങളൊക്കെ പറയട്ടെ. പിള്ളേരുടെ ഭയം പറഞ്ഞേ. പിള്ളേർ എന്നാ ഭയം? ഇരുട്ടിനെ ഭയമാണ്. ഉണ്ടോ? ഭയമുണ്ടോ? ഇല്ല അച്ഛാ, ഞങ്ങൾക്ക് ആകെപ്പാടെ ഭയം ആ അപ്പനെ അമ്മയുള്ളൂ, വേറെ ആരെയും ഞങ്ങൾക്ക് ഭയമില്ല. ആരെയാണ് ഭയമുള്ളത്? പറ. നിങ്ങൾക്ക് ഭയമുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഭയമുള്ളത്? മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്നേ. നിങ്ങൾ ഈ വിസ്ഫോടനത്തിൻ്റെ പ്രസംഗം പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഓർത്തേക്കരുത്, പക്ഷേ ഇങ്ങനെയല്ലോ തിരുനാൾ പ്രസംഗം വരേണ്ടത്, 2 കഥന പൊട്ടണമല്ലോ, ഇതങ്ങോട്ട് പൊട്ടുന്നില്ല, അങ്ങനെയൊന്നും പൊട്ടുകയില്ല. നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞു പോകാം. പറ, ഭയം എന്താ? പറയണ. ദൈവത്തെ ഭയം. അയ്യോ, അതൊരു നല്ല ഭയമാടാ. ദൈവഭയം അത് നല്ലതാണ്. അത് ആദരവോടെ സ്നേഹത്തോടെയുള്ള ഭയമാണ്. അല്ലാതെ ഭൂമിയിൽ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നതും നമ്മളെ പുറകോട്ട് വലിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? പലതുണ്ട്. നിങ്ങൾ 2-3 പറയട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പൂരിപ്പിക്കാം. എൻ്റെ നീലസാരി അമ്മച്ചി പോയോ? പറ, എന്തിനാ അമ്മച്ചി ഭയമുള്ള അമ്മച്ചിക്ക്? എനിക്ക് ദൈവം സഹായിച്ചു, ഒന്നിനെയും പേടിയില്ല ചു, അല്ലേ? ഒന്നിനെയും പേടിയില്ല. നല്ലതാണ്. ഇന്ന് മനുഷ്യർ നമുക്കിടയിൽ ഉള്ള ഭയങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെയൊക്കെ ഒരുപാട് മാനസികമായി തകർക്കുന്ന ഭയങ്ങൾ. ഒന്നാമത്തേനറിയാം, നിങ്ങൾ ചിന്തിക്കാത്തതായിരിക്കും. ഒന്നാമത്തത്, അംഗീകാരം കിട്ടാത്തതിനെ നമ്മൾ ഭയക്കുന്നുണ്ട്. അംഗീകാരം കിട്ടാത്തൊരനുഭവത്തെ നമ്മൾ ഭയക്കുന്നുണ്ട്. നല്ല വാക്ക് കേൾക്കാൻ പറ്റാത്തൊരനുഭവത്തെ നമ്മൾ ഭയക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ചെയ്തു, ആരും അതിനെക്കുറിച്ച് നല്ലത് പറയുന്നില്ലെന്ന് വിചാരിച്ചേ, നമുക്ക് മെല്ലെ ഭയം തുടങ്ങും. ചേട്ടാ, ഇതെന്നാ പറ്റി? ഞാൻ ചെയ്തത് ശരിയായില്ലേ? ആരും കണ്ടില്ലേ? ഇനി ഇത് ചെയ്യണോ അതോ നിർത്തണോ? അതിപ്പോൾ ഒരു നല്ല സാരി ഉടുത്ത് വന്നാൽ പോലും തോന്നത്തില്ലേ അമ്മമാരെ? നിങ്ങളൊരു കൊള്ളാവും നോക്കി, ഈ പെരുന്നാളിന് മിക്കവരും പുതിയ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. പുതിയ സാരിയൊക്കെ ഉടുത്തോണ്ട് വന്നു. നമുക്കറിയാം ഇവിടെ എവിടുന്നാണ് നിങ്ങളോട് സാരി മേടിക്കാറുള്ളത്? കല്യാൺ സിൽസ് ആണോ? ഇവിടെ എന്താ ഉള്ളത്? ഇവിടുത്തെ മെയിൻ കടകൾ ഏതാ? സീമാസ, പിന്നെ ഏതാ? മഹേശ്വരി. ലിസ്റ്റ് ഇരിപ്പുണ്ട് കയ്യിൽ, മഹേശ്വരി. അപ്പോൾ പുതിയ സാരിയൊക്കെ നമ്മൾ നോക്കിയിട്ട് ഏറ്റവും കൊള്ളാവുന്ന ഒരു സാരി മേടിച്ചുകൊണ്ട് വന്നതാ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കും. എന്ത് പ്രതീക്ഷിക്കും? പള്ളിയിൽ അടുത്തിരിക്കുന്ന ആളെങ്കിലും സമാധാനം കൊടുക്കാൻ നേരത്ത് പറയും, നല്ല സാരിയാണ് കേട്ടോ, സമാധാനം പിടിച്ചു. നമ്മൾ ആ നേരത്താണല്ലോ ഇതൊക്കെ പറയുന്നത്. അപ്പം നല്ലത് പറയുമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ആരും കണ്ടവർക്കൊക്കെ മനസ്സിലായി പുതിയ സാരി, പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത വരും. എന്താ ഇത് കൊള്ളത്തില്ലേ? ഇനിയിപ്പോൾ രസം എന്നാന്ന് വെച്ചാൽ, ഈ അടുത്തിരിക്കുന്നവർക്ക് അറിയാം ഇത് പുതിയ സാരിയാന്ന്. അതാണ് അടുത്ത കോമഡി. അടുത്തിരിക്കുന്നവർക്ക് പുതിയ സാരിയാന്ന് അറിയാം, ഇത് നല്ല സാരിയാന്നും അറിയാം. അങ്ങനെ ഇപ്പം എൻ്റെ ചിലവിൽ സന്തോഷിക്കേണ്ട എന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. നല്ലത് പറഞ്ഞിട്ട് നീ ഇപ്പം അങ്ങനെ എൻ്റെ ചിലവിൽ സന്തോഷിക്കേണ്ട. അപ്പം കിട്ടുകയല്ല നല്ലത്. അപ്പം നല്ലത് കിട്ടാതെ വരുമ്പോൾ അംഗീകാരം കിട്ടും. അതിപ്പോൾ വീട്ടിൽ ചില അമ്മമാരുടെയൊക്കെ സംഘടന അറിയാമോ? ഞാൻ ഈ കടന്ന് മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകിയിട്ടും എന്താ എൻ്റെ കെട്ടിയോൻ, എൻ്റെ പിള്ളേർ ഒരു നല്ല വാക്ക് എന്നോട് പറയാത്തത്. കടലക്കറിക്ക് എങ്ങാനും ഉപ്പ് കുറയട്ടെ അന്നറിയാം. അന്ന് കുറ്റം പറയാൻ തിടുക്കമുള്ളവർ എന്താണ് ഒരു നല്ല കടലക്കറി ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ലത് പറയാത്തത്? അപ്പം നല്ലത് കേൾക്കാൻ പറ്റാത്തൊരു അനുഭവത്തെ നമ്മൾ ഭയപ്പെടും. ആ ഭയം നമ്മളെ എന്താക്കി കളയും? നമ്മളെ ഇനി നല്ലത് ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് മടുപ്പിക്കും. ഇന്ന് ഒത്തിരി പേരെ പുറകോട്ട് വലിക്കുന്നത് നല്ലത് ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള, നന്മ ചെയ്യാൻ നിയോഗം കിട്ടിയിട്ടുള്ള ഒത്തിരി പേര് നല്ലത് ചെയ്യാത്തതിൻ്റെ കാരണം നല്ലത് കേൾക്കുന്നില്ല. നല്ലത് കേൾക്കാതെ വന്നപ്പോൾ നമ്മൾ ആ നന്മയങ്ങ് നിർത്തിക്കളഞ്ഞു. മറിയത്തെ നോക്ക്. മറിയത്തോട് ആരാ നല്ലത് പറഞ്ഞിട്ടുള്ളത്? ആരാണ് മറിയത്തെ വാഴ്ത്തിയിട്ടുള്ളത്? മറിയമേ നീ സൂപ്പർ എന്നാര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. ആകപ്പാടെ എലിസബത്ത് എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാൻ എന്ത് യോഗ്യത എന്നൊക്കെ പറഞ്ഞതല്ലാതെ പിന്നീട് അവളുടെ ജീവിത നാൾ വഴിയിൽ ആരും അവൾക്ക് വാഴ്ത്തുപാട്ട് നൽകിയിട്ടില്ല. അപ്പം നിങ്ങൾ ഓർക്കണം, ഭൂമിയിൽ നല്ലത് കേൾക്കാൻ ആഗ്രഹിച്ചാൽ സ്വർഗത്തിൽ കൊണ്ടുപോകാനൊന്നും കാണുകയില്ല. അതുകൊണ്ട് ഭൂമിയിൽ നല്ലത് കേട്ടില്ലെങ്കിലും മറിയത്തെ പോലെ സ്വർഗം എന്നെ ഏറ്റു പറഞ്ഞാൽ മതി. ഭൂമിയിൽ നല്ലത് കേട്ടില്ലെങ്കിലും മറിയത്തെ പോലെ സ്വർഗം എന്നെ ഏറ്റു പറഞ്ഞാൽ മതി എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നന്മ ജീവിക്കാൻ, നല്ലതായിട്ടിരിക്കാൻ മറിയം നമുക്ക് മാതൃക തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, മഹിമയുടെ 5ാം രഹസ്യം ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കണം. വേഗം പറ, ഏതാ മഹിമയുടെ 5ാം രഹസ്യം? ടെൻഷനായി അച്ഛാ, അങ്ങനെ പെട്ടെന്ന് 5 കിട്ടുകയില്ല. 1 തുടങ്ങിയാലേ 5 എത്തത്തുള്ളൂ. മഹിമയുടെ 5ാം രഹസ്യം എന്താ? സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ട ഉടനെ അവളെ ത്രിലോകരാജ്ഞിയായി വാഴിച്ചു. സ്വർഗം കാത്തിരിക്കുകയായിരുന്നു. ഭൂമിയിൽ പറയാത്ത നന്മ, ഭൂമിയിൽ നൽകാത്ത കിരീടം, ഭൂമിയിൽ നൽകാത്ത മേലങ്കിയുമായി സ്വർഗം കാത്തിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നന്മയ്ക്ക് ഭൂമി നല്ലത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മടുപ്പില്ല നന്മ ചെയ്യാൻ മറിയം നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഭയം, നല്ലത് കേൾക്കുന്നില്ലോ എന്നുള്ള ഭയത്തെ തോൽപ്പിക്കാൻ മറിയം നിർബന്ധിക്കുന്നു. 2ാമത്തെ ഭയം, മറിയത്തിൻ്റെ ഒരു പ്രത്യേകത പറ. മറിയത്തിൻ്റെ യാത്രയിൽ
അവൾ അനുഭവിക്കേണ്ടി വന്ന പ്രധാനപ്പെട്ടൊരു സംഘടന എന്നറിയാമോ? യൗസേപ്പ് എപ്പോൾ മരിച്ചു? യൗസേപ്പ് എപ്പോഴാണ് മരിച്ചേ? വല്ല ഐഡിയ ഉണ്ടോ? യൗസേപ്പ് എപ്പോഴാണ് മരിച്ചേ? എപ്പോഴായിരിക്കും? ഗസ് വർക്ക്. എപ്പോഴായിരിക്കും മരിച്ചത്? ഒരു കാര്യം ഉറപ്പാണ്, യൗസേപ്പ് ശ്വാസം നിന്നപ്പോൾ മരിച്ചു പോയെന്ന്. എന്നാ പറയുന്നത്? ഭയങ്കര കണ്ടുപിടുത്തമൊക്കെയാണല്ലോ. പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചു പോയോ? ആര് വന്നപ്പോഴാ? അല്ല, എന്തോ വലിയ പോയിന്റ് പറയുന്നുണ്ട്. പറ, എന്താ? യൗസേപ്പ് എപ്പോഴാ മരിച്ചേ? ഏത് വന്നപ്പോഴാ? മാർച്ച്. അത് ഭയങ്കരമായി പോയി കേട്ടോ, അത് ഭീകരമായി പോയി. ഞാനിനി അത് മറക്കുകയില്ല. നിങ്ങൾ മറന്നാലും ആ പോയിന്റ് ഞാൻ മറക്കുകയില്ല. കാരണം വടശ്ശേരിക്കാരെന്നെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ അങ്ങനെ ചോദിച്ചു പോയി, യൗസേപ്പ് എന്നാ മരിച്ചതെന്ന്. മുമ്പിൽ നിന്ന് വിളിച്ച് പറയുക മാർച്ച് 19 യൗസേപ്പ് മരിച്ചത് മാർച്ച് 19. ഭയങ്കരമായിപ്പോയി. യൗസേപ്പ് പിതാവ് മരിച്ച കാര്യത്തിൽ ഉറപ്പുള്ളൊന്ന് ഇത്രേ ഉള്ളൂ. എന്താ അത്? ഈശോ മരിക്കുന്നതിന് മുമ്പേ യൗസേപ്പ് മരിച്ചിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഈശോ മരിക്കുന്നതിന് മുമ്പേ യൗസേപ്പ് മരിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ യൗസേപ്പ് നിശ്ചയമായും ആ കുരിശിന്റെ മുമ്പിൽ നിന്നേനെ. യൗസേപ്പ് മരിച്ചില്ലായിരുന്നെങ്കിൽ മറിയത്തെ യോഹന്നാന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടി വരില്ലായിരുന്നു. മറിയത്തെ പൊന്നുപോലെ നോക്കാൻ ആരുണ്ടാകുമായിരുന്നു? അപ്പോൾ യൗസേപ്പ് നേരത്തെ മരിച്ചു. അപ്പോൾ മറിയത്തിന്റെ വഴിയിലെ ഏറ്റവും വലിയ നൊമ്പരങ്ങളിൽ ഒന്നെന്നറിയാമോ? ഒറ്റയായിപ്പോയി, ഏകാന്തത. ഇന്ന് നമ്മളെയൊക്കെ കാത്തിരിപ്പുണ്ട് കേട്ടോ. ചുറ്റും ഒരുപാട് പേരുള്ളപ്പോഴും ഒറ്റയായി പോകുന്നവരുണ്ട്, വീടുകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. മക്കളൊക്കെ ചിറക് വിരിച്ച് പറന്നകലുന്ന ഒരു കാലത്ത് ഇനി വാശി പിടിക്കരുത്, എന്നെ പരിചരിക്കാൻ എൻ്റെ ചുറ്റും എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളിയും കൂടപ്പുറപ്പുകളൊക്കെ കാണണമെന്ന് ഇല്ല. അത് യാഥാർത്ഥ്യമാണ്. ഒറ്റപ്പെടലിൻ്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒറ്റപ്പെടലിൻ്റെ കാലത്ത് മനസ്സ് മടുത്തു പോകാതിരിക്കാൻ മറിയം നമ്മൾക്ക് മാതൃകയാണ്. ദൈവം കൂടെയുണ്ട്, ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടെന്നും ദൈവം തണലൊരുക്കുമെന്നൊരു തെളിവാണ്. കാൽവരിയിൽ മിഴി പൂട്ടുന്നതിന് മുമ്പേ പുത്രൻ കണ്ടു, എൻ്റെ അമ്മ ഒറ്റയ്ക്കാകുന്നു. അമ്മയെ ഒറ്റയ്ക്കാക്കാൻ വിട്ടുകൊടുക്കാതെ പ്രിയ ശിഷ്യനെ അമ്മയ്ക്ക് കൂട്ടുകൊടുത്തിട്ടാണ് മകൻ മിഴി പൂട്ടുന്നത്. ഒറ്റയായി ഓർക്കണേ, നമുക്ക് തുണയായൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ ഒറ്റയ്ക്കാക്കില്ല. ഒറ്റയായി പോരുടെ ജീവിതങ്ങളിൽ സ്വർഗം തണലൊരുക്കും. അത് മറിയം പഠിപ്പിക്കുന്ന പാഠമാണ്, മറിയത്തിൻ്റെ മാതൃകയാണ്. അപ്പോൾ നല്ല വാക്ക് കേൾക്കുന്നതിനെ, കേൾക്കാതെ പോകുന്നതിനെ ഭയപ്പെടാതിരിക്കണം. 2, ഏകാന്തതയെ, ഒറ്റപ്പെടലിനെ. ഈ ഏകാന്തതയും ഒറ്റപ്പെടലും ഈ കാലത്തിൻ്റെ അനിവാര്യതയാണ്. എത്ര കാലം നമുക്കെല്ലാവരെയും പിടിച്ചു വെക്കാൻ പറ്റും? പറന്നകലട്ടെ. ഒറ്റയായാലും ഒറ്റപ്പെട്ടു പോകാതെ ദൈവം തുണയുണ്ടെന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ ആർജവത്വം മറിയത്തിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കഴിയണം. 3ാമത്തെ ഭയം. നമ്മുടെ പ്രാർത്ഥനകളിൽ, ആളുകൂടുന്ന എല്ലാ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും ഈ ഭയമാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഏത് ഭയമായിരിക്കും? ആര് പറയാം? നമുക്കെന്തിനെ ഭയമാണ്? ഈ കാലത്ത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക്, മറ്റേത് വിഭാഗത്തേക്കാൾ ക്രിസ്ത്യാനി ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഈ വാക്കിനെയാണ്. ഏത് വാക്കാണ്? പറ. ഒറ്റപ്പെടൽ കഴിഞ്ഞു. ഒറ്റപ്പെടൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനകളുടെ എല്ലാം ഉള്ളടക്കം ഈ ഒരു കാര്യമാണ്. ഏതായിരിക്കും അത്? ഈ വാക്കിനെ ഇന്ന് ക്രിസ്ത്യാനി ഒരു കാലത്ത് ക്രിസ്ത്യാനി ഒട്ടും ഭയക്കാതിരുന്നൊരു വാക്ക്, തൻ്റെ ഇടത്തോടെ നടന്നു കയറിയ ഒരു കാര്യം, ഇന്ന് ക്രിസ്ത്യാനി, ഈ അഭിനവ കാലത്തെ ക്രിസ്ത്യാനി ഏറ്റവും അധികം ഭയപ്പെടുകയും പ്രാർത്ഥനയിൽ ഒഴിവാക്കി തരണേ എന്ന് നിലവിളിച്ചും കണ്ണീരൊഴുക്കിയും പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഭയങ്ങളിൽ ഒന്ന്, ക്രിസ്ത്യാനി ഒരിക്കലും ഭയപ്പെടാൻ പാടില്ലാത്ത ഒന്ന്. ഏതാ അത്? കറക്റ്റ് പറ. ആരാണ്ടൊക്കെ പറയുന്നുണ്ട്. സഹനം. ഇന്ന് നമുക്ക് സഹനത്തെ ഭയമാണ്. പ്രാർത്ഥനയൊക്കെ എന്താണ്? സഹനം എടുത്തു മാറ്റണേ, സഹനം തരല്ലേ എന്നൊക്കെ പ്രാർത്ഥനകൾ ചുരുങ്ങിപ്പോകുന്ന ഒരു കാലത്ത് മറിയം മാറി നിന്ന് ചിരിക്കുന്നുണ്ട്. ഹൃദയത്തിലൂടെ വാള് തുറച്ചു കയറുന്ന അനുഭവം ഉണ്ടായിട്ടും ഉലഞ്ഞു പോകാതെ കാൽവരിയുടെ ചുവട്ടിൽ നിന്നവൾ പറയുന്നു, സഹനം നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യതയാണ് പ്രിയമുള്ളവരെ. അതിനെ ഭയപ്പെടരുത്. കുരിശെടുത്തൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞവൻ്റെ അനുയായികൾ കുരിശിനെ ഭയക്കരുതെന്ന് മറിയം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹനത്തിൽ ഉലഞ്ഞു പോകാതെ, സഹനം വരുമ്പോൾ പെട്ടെന്നൊരു രോഗം വരുന്നു, പെട്ടെന്നൊരു കടബാധ്യത കയറി വരുന്നു വീട്ടിലോട്ട്, പെട്ടെന്ന് വളർത്തിയ കുഞ്ഞുങ്ങൾ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്നു, ജീവിത പങ്കാളി പെട്ടെന്ന് ഒറ്റപ്പെടുത്തുന്നു, ഒരു വാക്കുകൊണ്ട് നമ്മളെ മുറിവേൽപ്പിക്കുന്നു. ഉലഞ്ഞു പോകാതെ എല്ലാം നല്ലതായിട്ടിരിക്കുമ്പോൾ കർത്താവിനെ ഏറ്റു പറയാൻ ആർക്കും കഴിയുമല്ലോ. അത് വിജാതിയർക്ക് പോലും പറ്റുമല്ലോ.
എല്ലാം തകിടം മറിയുമ്പോഴും താളം തെറ്റുമ്പോഴും അപ്പോഴും കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ, തിരുഹിതം നിറവേറപ്പെടട്ടെ എന്ന് പറയാൻ തക്കവിധം വിശ്വാസത്തിൻ്റെ ആർജവത്വവും തൻ്റെ ഇടവും മറിയത്തിൽ നിന്ന് പഠിക്കണം. അപ്പം മൂന്ന് ഭയങ്ങളെ ഈ കാലത്ത് നമ്മളെ വേട്ടയാടുന്ന 3 ഭയങ്ങളെ തോപ്പിക്കാൻ, അതിനെ അതിജീവിക്കാൻ മറിയം നമ്മെ സഹായിക്കും. കുഞ്ഞുങ്ങൾ കേട്ടായിരുന്നോ ഈ പറഞ്ഞതൊക്കെ? മാലാഖ വേഷത്തിൽ വന്നിരിപ്പുണ്ട്. കേട്ടോ? നോക്കട്ടെ ഏതൊക്കെയാ ഒന്നാമത്തെ ഭയം. എൻ്റെ അച്ഛൻ ഇത് ആദ്യമേ പറയണ്ടേ, റിവിഷൻ ഉണ്ടെന്നൊക്കെ ആദ്യമേ പറയണ്ടേ. പറഞ്ഞ ഒന്നാമത്തെ ഭയം എല്ലാവരും കൂടെ പറ. വടശ്ശേരിക്കാർ മാതാവിൻ്റെ മാധ്യസ്ഥ്യം മാത്രം തേടുന്നവരാണോ അതോ മാതൃക ആഗ്രഹിക്കുന്നവരാണോ എന്ന് ഇപ്പോൾ പറയാം. ഒന്നാമത്തെ ഭയം എന്തിനെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും അധികം ഭയക്കുന്ന ഒന്ന്? എന്താ പറഞ്ഞേ? നല്ല വാക്ക്, അംഗീകാരം കിട്ടാത്ത അനുഭവത്തെ, നല്ല വാക്ക് കേൾക്കാൻ പറ്റാതെ പോകുന്ന അനുഭവത്തെ നമ്മൾ ഭയപ്പെടുന്നു. ആ ഭയം നമ്മളെ പുറകോട്ട് വലിക്കുന്നു. അതിനെ തോപ്പിക്കാൻ മറിയം നിർബന്ധിക്കുന്നു. രണ്ടാമത്തെ ഭയം എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? ഒറ്റപ്പെടലിനെ, ഏകാന്തതയെ ഭയക്കുന്നു. അപ്പം നോക്കണം, ഒറ്റയായി പോയൊരു മറിയം, ഒറ്റയായി പോയവൾക്ക് സ്വർഗം തുണയ്ക്കെത്തിയ അനുഭവത്തെ ധ്യാനിക്കണം. മൂന്നാമത്തത് സഹനമാണ് നിനക്കുള്ള സ്വർഗത്തിൻ്റെ കവാടമെന്ന് ഓർക്കണേ. അവളുടെ സഹനത്താലെയാണ് അവൾ ഈശോയുടെ ഉദ്ധാനത്തിൽ പങ്കുപറ്റിയത്. അവളുടെ സഹനത്താലെയാണ് അവൾ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടത്. സഹനം സ്വർഗത്തിൻ്റെ താക്കോലാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിൻ്റെ താക്കോലിനെ കളഞ്ഞുകുളിക്കരുത്. ദൈവതിരുഹിതപ്രകാരം വരുന്ന സഹനത്തെ, ആ കയ്പിൻ്റെ പാനപാത്രത്തെ കണ്ണടച്ച് മട്ടുതീരുവോളം കുടിച്ചു തീർക്കുവാൻ കൃപ ചോദിക്കണം. മാതാവിൻ്റെ സഹായം തരണം. അതിന് കഴിയട്ടെ. ഈ ഭയങ്ങളെ അതിജീവിച്ച് ഭീരുത്വത്തിൻ്റെ ക്രിസ്ത്യാനി അല്ല നീ, ഭീരുവായ ക്രിസ്ത്യാനിയാകാതെ വിശ്വാസത്തിൻ്റെ തൻ്റെടമുള്ള, അഭിമാനമുള്ള, ധീരതയുള്ള ക്രിസ്ത്യാനിയായി ജീവിക്കാൻ മറിയം ഈ തിരുനാളിൽ നിങ്ങളെ നിർബന്ധിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.